ഏകദേശം 45 സീറ്റുകളിൽ BJP ജയിച്ചു വന്നിടത്ത് കോൺഗ്രസിന്റെ വോട്ടുകൾ ഇല്ലാതായി. കോൺഗ്രസിന്റെ വോട്ടുകൾ എവിടെ ഇല്ലാതായോ അവിടെ BJP ജയിച്ച് കയറി. ഈ അനുഭവം കേരളത്തിന്റെ ചരിത്രത്തിലും തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലും ആദ്യമല്ല. നേമത്ത് ചരിത്രത്തിൽ ആദ്യമായി താമര വിരിഞ്ഞു. ആ താമര നേമത്ത് വിരിഞ്ഞപ്പോ അതുവരെ കിട്ടിയിരുന്ന കോൺഗ്രസിന്റെ വോട്ട് നേരത്തെ കിട്ടിയിരുന്നതിന്റെ 10-1 ചുരുങ്ങി. ആ സീറ്റാണ് ഇപ്പോ ശിവൻകുട്ടി തിരിച്ചു പിടിച്ചിട്ടുള്ളത്. ത്രിപുരയിൽ നമുക്ക് നേരിട്ട് അനുഭവമുണ്ട്. ത്രിപുരയിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്നത് BJP ആണ്. 60 സീറ്റുള്ള ത്രിപുരയിൽ 50 സീറ്റായിരുന്നു ഇടതുപക്ഷത്തിന്, 50 സീറ്റ്, 10 സീറ്റ് കോൺഗ്രസിന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോ കോൺഗ്രസിലെ 4 പേര് BJPയിലേക്ക് പോയി. 5-ാമത്തെ വർഷമാകുമ്പോഴേക്കും ബാക്കിയുള്ള 6 പേരും BJPയിലേക്ക് പോയി. വട്ടപൂജ്യമായിരുന്ന BJPക്ക് തെരഞ്ഞെടുപ്പ് നടത്താതെ തന്നെ ആ സമയത്ത് 10 MLA-മാരുണ്ടായി. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വട്ടപൂജ്യം ത്രിപുരയിൽ, BJP അധികാരത്തിലേക്ക് വന്നു. പക്ഷേ പ്രധാന പ്രതിപക്ഷമായി അവിടെ ഇടതുപക്ഷം ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു. ഇല്ലേ? അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രീയവും കേരളത്തിന്റെ രാഷ്ട്രീയവും ഏത് രാഷ്ട്രീയവും എടുത്ത് പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാണ്.